ഈശോയിൽ സ്നേഹമുള്ളവരെ, മക്കളെ ഓർത്ത് തീ തിന്നുന്ന ധാരാളം മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ പോലും അത്തരക്കാരുണ്ടാവും. മക്കളുടെ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠ മുതൽ അവരുടെ വഴിതെറ്റിയ ജീവിതം വരെ പല പല കാരണങ്ങൾ മൂലമായിരിക്കും ഈ ഉത്കണ്ഠകൾ. ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ മുതൽ ദമ്പതികൾ മാതാപിതാക്കളാകുന്നതോടെ മാതാപിതാക്കളുടെ മുഴുവൻ സ്വപ്നവും പ്രതീക്ഷയും മക്കൾ മാത്രമായിരിക്കും. മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളുടെ ഭാവി ജീവിതത്തിന് വലിയൊരു ബലവും കോട്ടയുമായിരിക്കും. അതുകൊണ്ട് അവർക്കായി എപ്പോഴും പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരുമാണ്. എന്നാൽ ആ പ്രാർത്ഥന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകുമ്പോൾ കൂടുതൽ ഫലവത്തായി മാറും. ദൈവം തന്നെയായ വചനത്തിൻ്റെ കൂട്ടുപിടിച്ചാണല്ലോ നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതൊരിക്കലും ദൈവത്തിന് നിഷേധിക്കാനുമാവില്ല. അതുകൊണ്ട് മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ മാതാപിതാക്കൾ എല്ലാ ദിവസവും ചില പ്രത്യേക വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത്തരം ചില വചനങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറക്കാതെ എല്ലാ ദിവസവും ഈ വചനം ചൊല്ലി നമുക്ക് നമ്മുടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനിന്ന് പറയുന്ന വചനങ്ങൾ വചനക്കൊന്തയുടെ രൂപത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുക. അത് ഒത്തിരി അനുഗ്രഹപ്രദമാണ്. അല്ലെങ്കിൽ ഓരോ വചനവും നിങ്ങൾ എഴുതിയെടുത്ത് ആ വചനം പല ആവർത്തി ഏറ്റുപറഞ്ഞ് വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ശാലോ മാസികയിലെ ഒരു സ്ഥിര എഴുത്തുകാരിയായ ആൻമരിയ ക്രിസ്റ്റീന എന്ന സഹോദരിയുടെ പല ആർട്ടിക്കിൾസും ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളിൽ പലരും ആ സഹോദരിയെ അറിയുന്നവരായിരിക്കും, വായിച്ചിട്ടുള്ളവരായിരിക്കും സഹോദരിയുടെ എഴുത്തുകളൊക്കെ. നസ്രായൻ്റെ പെണ്ണെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചേച്ചി എനിക്കെന്നും ഒരു അത്ഭുതമാണ് കേട്ടോ. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ചേച്ചിയാണ് ഇത്. ചേച്ചി ഒരിക്കലും ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ് വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. അതിനു മുമ്പ് വരെയൊക്കെ ജസ്റ്റ് വചനം പറഞ്ഞ് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ചേച്ചിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു അറിവ് എനിക്ക് ലഭിക്കുന്നത്. ചേച്ചിയുടെ അനിയത്തിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നപ്പോൾ ആ കുടുംബം മക്കളുണ്ടാകുന്നതിന് വേണ്ടിയുള്ള വചനക്കൊന്ത ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ഈശോ അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അവരിത് പറഞ്ഞുകൊടുത്ത മറ്റൊരു കുടുംബവും ഇതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങളെ നൽകി ഈശോ അനുഗ്രഹിച്ചതിൻ്റെ ഒരു സാക്ഷ്യം കുറിപ്പായി ചേച്ചി ഫേസ്ബുക്കിൽ എഴുതിയിട്ടത് ഞാൻ വായിക്കാനിടയായി. അന്നു മുതലാണ് പലവിധ നിയോഗങ്ങൾക്കായി വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാനും തുടങ്ങിയത്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും വിടുതലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. എങ്ങനെയാണ് വചനക്കൊന്ത ചൊല്ലേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അതേക്കുറിച്ച്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് പറയുന്നില്ല. മക്കൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏതാനും വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കായി ദിവസവും ഈ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115 അധ്യായം 14 തിരുവചനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ഇനി മറ്റൊരു വചനം, സംഖ്യയുടെ പുസ്തകം 6 അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇനി മറ്റൊരു വചനം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 128 അധ്യായം 3 തിരുവചനം. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 35 തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇനി മറ്റൊരു വചനം, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 4 തിരുവചനം. പിതാക്കന്മാരെ,
നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവീൻ. ഇനി അടുത്ത വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121 അധ്യായം 5 തിരുവചനം. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. അടുത്ത വചനം ഏശയ്യായുടെ പുസ്തകം 54 അധ്യായം 13 തിരുവചനം. കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നിയമാവർത്തന പുസ്തകം 15 അധ്യായം 10 തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഇനി മറ്റൊരു വചനം ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 25 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ നമുക്ക് ഈ വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് ദിവസവും നമ്മുടെ മക്കൾക്കായി ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.